ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. നാളെ വരുധിനി ഏകാദശി കഥയും പാരണാ സമയമൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു, ഹരിവാസര സമയമെല്ലാം. അപ്പം അതനുസരിച്ചിട്ട് എല്ലാവരും ചെയ്യുക. ഇനി മെയ് 5-ാം തീയതിയാണ് നമ്മൾ പാരണ വീടുന്നത്. അന്നത്തെ ദിവസം മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ത്രയോദശി തിഥിയാണ്, ഞായറാഴ്ച, വൈശാഖ മാസത്തിലെ കൃഷ്ണപക്ഷ ത്രയോദശി. നമുക്കെല്ലാവർക്കും അറിയാം, ത്രയോദശി തിഥി നമ്മൾ എന്തായിട്ടാണ് ആചരിക്കുന്നത്? പ്രദോഷമായിട്ടാണ് ആചരിക്കുന്നത്. പ്രദോഷവ്രതം നമ്മൾ എടുക്കുന്നത് ഭഗവാൻ പരമശിവനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സംശയമാണ്, ഒരേ സമയം നമ്മൾ ഏകാദശിയും പ്രദോഷവും എടുക്കാൻ പാടുണ്ടോ എന്ന്. എടുക്കാം, പക്ഷേ പ്രദോഷവ്രതം എടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഏകാദശിയുടെ പാരണ വീടിയിരിക്കണം. സാധാരണ പ്രദോഷവ്രതം എടുക്കുന്നത് എങ്ങനെയാണ്? ആരോഗ്യമുള്ള ആളുകൾ രാവിലെ മുതൽ സന്ധ്യ വരെ ഒന്നും കഴിക്കില്ല, ഉപവാസമായിരിക്കും. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മൾ അരിഭക്ഷണം കഴിക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏകാദശി എടുത്തവർക്ക് പ്രദോഷവും കൂടി എടുക്കാനുള്ള മാർഗമെന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും പറയും, പാരണാ സമയത്ത് നമ്മൾ തീർത്ഥം കുടിച്ച് പഴങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കഴിച്ച് നമ്മുടെ പാരണ വീടുക. അപ്പോൾ പ്രദോഷവും കൂടി എടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ പിന്നെ നമ്മൾ പാരണ വീടിയതിന് ശേഷം മറ്റ് ആഹാരങ്ങളൊന്നും കഴിക്കാൻ പാടില്ല. അതായത് തീർത്ഥം കുടിക്കുകയും പ്രസാദം സ്വീകരിക്കുകയും ചെയ്ത് ഭഗവാൻ ശ്രീകൃഷ്ണനോട്, നാരായണനോട് നമ്മുടെ ഏകാദശി വ്രതം അവസാനിപ്പിച്ചതായി പറഞ്ഞ് ഭഗവാനോട് തെറ്റുകുറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമയൊക്കെ യാചിച്ച് നമ്മൾ ഭഗവാനെ പ്രാർത്ഥിച്ച് നമ്മുടെ ഏകാദശി വ്രതം മെയ് 5-ാം തീയതി രാവിലെ അവസാനിപ്പിക്കുക. പ്രദോഷം എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അതിനുശേഷം പിന്നീട് ആരോഗ്യമുള്ള ആളുകൾ ഒന്നും കഴിക്കാൻ പാടില്ല. അതാണ് വ്രതരീതി. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം ഒന്നുകിൽ ശിവക്ഷേത്ര ദർശനം നടത്തിയതിന് ശേഷം, അതല്ലെങ്കിൽ വീട്ടിലിരുന്ന് വിളക്ക് കത്തിച്ച് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം പരമശിവനെ പ്രാർത്ഥിച്ചതിന് ശേഷം നമുക്ക് അരിഭക്ഷണം കഴിക്കാം. ക്ഷേത്രത്തിൽ നിന്നാണെങ്കിൽ ക്ഷേത്രത്തിൽ നിന്നും നമുക്ക് പച്ചരിച്ചോറ്, നമുക്ക് അവിടുന്ന് ചോറ് കിട്ടും. അത് മേടിച്ച് ചമ്മന്തിയോ മോരോ ഒക്കെ കൂട്ടി കഴിക്കാം. മോര് കൂട്ടി ചമ്മന്തിയും കൂട്ടി കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഉള്ളി ചേർക്കാത്ത ചമ്മന്തി, അതുപോലെ തന്നെ ഇഞ്ചിയൊക്കെ ചേർത്ത ചമ്മന്തി, ഇഞ്ചിയൊക്കെ ചതച്ചിട്ട മോരപ്പം, നമുക്ക് ആ ഒരു ഗ്യാസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് മാറും. അതല്ല, നമുക്ക് ഇപ്പോഴത്തെ കാലാവസ്ഥ, ചൂട് കാലാവസ്ഥ, പിന്നെ അങ്ങോട്ടുള്ള അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജലം മാത്രം കുടിച്ചിരിക്കാം. എന്നിട്ട് സന്ധ്യയ്ക്ക് നമുക്ക് പ്രാർത്ഥനയ്ക്ക് ശേഷം ചോറുണ്ണാം. അതല്ല, മരുന്നൊക്കെ കഴിക്കണമെന്നുള്ളവർ നമ്മൾ ഏകാദശി എടുത്തതുപോലെ തന്നെ പാലും പഴങ്ങളോ മറ്റ് ആഹാരങ്ങൾ, ലഘുവായ ആഹാരങ്ങൾ കഴിച്ച്, അതായത് ചോറ് ഒഴിവാക്കിക്കൊണ്ട് മറ്റ് കട്ടിയുള്ള ആഹാരങ്ങൾ, ധാന്യമുള്ള ആഹാരങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് പഴവർഗ്ഗങ്ങളൊക്കെ കഴിച്ച് ജലം കുടിച്ചിരുന്നതിന് ശേഷം സന്ധ്യയ്ക്ക് ശേഷമാണ് നമ്മൾ വ്രതം അവസാനിപ്പിക്കുന്നത്. പ്രദോഷത്തിൽ സന്ധ്യാപ്രാർത്ഥനയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. നമ്മളെപ്പോഴും പറയുന്നതാണ്, നാളത്തെ ആ പ്രദോഷ പ്രാർത്ഥനാ സമയമെന്ന് പറയുന്നത്, ആ പുണ്യമായ സമയമെന്ന് പറയുന്നത് നാളത്തെ അല്ല, പ്രദോഷ ദിവസത്തെ ആ പുണ്യമായ പ്രാർത്ഥനാ സമയം, അതായത് മെയ് 5-ാം തീയതിയിലെ പുണ്യമായ പ്രാർത്ഥനാ സമയമെന്ന് പറയുന്നത് 6:32 മുതൽ സന്ധ്യയ്ക്ക് 6:32 മുതൽ 8:51 വരെയുള്ള സമയം. അതായത് മെയ് 5-ാം തീയതി ഞായറാഴ്ച 6:32 മുതൽ സന്ധ്യയ്ക്ക് 6:32 മുതൽ 8:51 വരെയുള്ള ആ പുണ്യമായ സമയം നമ്മൾ പരമാവധി സമയം വ്രതമെടുത്തവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഭഗവാൻ പരമശിവനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിൻ്റെ നാമങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുക. ഓം നമഃ ശിവായ എന്ന് പറയുന്ന മന്ത്രം 108 തവണ എഴുതുകയോ പറയുകയോ ചെയ്യുക. ജപിക്കുകയോ എഴുതുകയോ ചെയ്യുക. ഒരു നോട്ട് ബുക്ക് എടുത്ത് വെച്ച് 108 തവണ 1 2 3 നമ്പർ ഇട്ടിട്ട് എഴുതാം. നമുക്ക് പറഞ്ഞുകൊണ്ട് എഴുതാം. അങ്ങനെ എത്ര തവണ വേണമെങ്കിലും എഴുതാം. അതല്ലെങ്കിൽ നമുക്ക് ജപിക്കാം. ഇതാണ് ചെയ്യേണ്ടത്. വളരെ വളരെ ഉത്തമമാണ്. പ്രത്യേകിച്ച് ഞായറാഴ്ചയും കൂടി വന്നതുകൊണ്ട് ഞായറാഴ്ച വന്ന പ്രദോഷത്തെ രവി പ്രദോഷം എന്നാണ് പറയുന്നത്. രവി പ്രദോഷം അനുഷ്ഠിച്ചാലുണ്ടാകുന്ന ഗുണങ്ങളെന്ന് പറയുന്നത്, രോഗങ്ങളുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും രവി പ്രദോഷം എടുക്കണം. രോഗശാന്തി വരുത്തും. അതുപോലെ തന്നെ നല്ല ആരോഗ്യമുണ്ടാക്കും, പ്രശസ്തി ഉണ്ടാക്കും, ദീർഘായുസ് ഉണ്ടാക്കും. ഇതൊക്കെയാണ് രവി പ്രദോഷത്തിൻ്റെ ഫലങ്ങളെന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഒരു മാസം 2 പ്രദോഷങ്ങളാണ് എടുക്കുന്നത്. ഏകാദശി പോലെ തന്നെ കൃഷ്ണപക്ഷ ത്രയോദശിയും ശുക്ലപക്ഷ ത്രയോദശിയും. ചിലർ 2 എടുക്കും, ചിലർ ഏതെങ്കിലും ഒന്നെടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ എടുത്തവരായാലും എടുക്കാത്തവരായാലും ഈ സന്ധ്യാസമയത്തെ പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യമാണ്. പ്രദോഷത്തിൽ സന്ധ്യയ്ക്കാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യത്തോടു കൂടി പ്രാർത്ഥിക്കേണ്ടത്. ഇനി ഈ രവി പ്രദോഷത്തിലൊരു കഥയുണ്ട്. അതായത് ഒരു ബ്രാഹ്മണൻ ഒരിക്കൽ അദ്ദേഹത്തിന്
ഭാര്യയുണ്ട്, ഒരു മകനുണ്ട്. അപ്പോൾ ഈ ബ്രാഹ്മണൻ വളരെ സാധു ബ്രാഹ്മണനായിരുന്നു. മകനും അവരപ്പം വളരെ ദരിദ്രമായ അവസ്ഥയിൽ ജീവിച്ചുകൊണ്ടിരുന്ന ആളുകളായിരുന്നു. ഈ ബ്രാഹ്മണൻ്റെ ഭാര്യ പ്രദോഷം എടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഞായറാഴ്ച ദിവസം പ്രദോഷം വരികയാണ്, രവി പ്രദോഷം. അപ്പോൾ ആ ശനിയാഴ്ച ദിവസം, തലേ ദിവസം ശനിയാഴ്ച ദിവസം ഈ ബ്രാഹ്മണൻ്റെ കുട്ടി മകന് ഇങ്ങനെ പുറത്തേക്ക് പോയ സമയത്ത് കുറേ കള്ളന്മാർ വന്നിട്ട് കുട്ടിയെ എവിടെയാണ് നിങ്ങൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന സമ്പത്ത് എവിടെയാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ഭീഷണിപ്പെടുത്തി. അപ്പോൾ ഈ കുട്ടി പറഞ്ഞു വളരെ സാധുവാണ്, ഒന്നുമില്ല. അപ്പോൾ കുറച്ച് ഈ കുട്ടിയെ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് കള്ളന്മാർക്ക് മനസ്സിലാവുകയും ചെയ്തു ഈ കുട്ടിയുടെ കയ്യിൽ ഒന്നുമില്ല എന്ന്. അങ്ങനെ ഈ കുട്ടിയെ അവിടെ തള്ളിയിട്ടിട്ട് ഇവരങ്ങ് പോയി. ഈ കുട്ടി പേടിച്ച് ഇവരുടെ ഈ ഉപദ്രവമൊക്കെ സഹിക്കാൻ വയ്യാതെ എന്ത് ചെയ്തു, ഒരു മരത്തിൻ്റെ ചോട്ടിൽ കിടന്നങ്ങ് ഉറങ്ങി. അപ്പം അവിടുത്തെ രാജാവിന് ഇങ്ങനെ കള്ളന്മാരുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് രാജാവ് ഭടന്മാരെ ഈ കള്ളന്മാരെ പിടിക്കാനായിട്ട് അയച്ചിരുന്നു. അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിൽ ഈ മരത്തിൻ്റെ ചോട്ടിൽ കിടന്നുറങ്ങുന്നത് കണ്ടപ്പം ഈ ഭടന്മാർ ഈ കുട്ടിയെ പിടിച്ചുകൊണ്ട് രാജാവിൻ്റെ കൊടുത്തിട്ട് പറഞ്ഞു ഈ കുട്ടിയാണ് കള്ളനെന്ന് പറഞ്ഞു. കുട്ടി പലതവണ പറഞ്ഞു ഞാൻ കള്ളനല്ല എന്നൊക്കെ പറഞ്ഞിട്ട് രാജാവിന് അങ്ങോട്ട് തൃപ്തിയാവുന്നില്ല. അപ്പോൾ കുട്ടിയെ കാണുന്നില്ല. പിറ്റേ ദിവസം ഈ ബ്രാഹ്മണ പത്നി പ്രദോഷവ്രതം ആചരിക്കുകയാണ്. അങ്ങനെ ആചരിച്ച് ഭഗവാനോട് എൻ്റെ കുട്ടിയെ തിരിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അന്നത്തെ ദിവസം, അതായത് ഞായറാഴ്ച ദിവസം രാത്രിയിൽ രാജാവിന് സ്വപ്നം കാണുന്നു. സാക്ഷാൽ മഹാദേവനാണ് പ്രത്യക്ഷപ്പെട്ടിട്ട് അദ്ദേഹത്തിനോട് പറയുന്നത് കുട്ടിയെ വിട്ടില്ലെങ്കിൽ രാജ്യം തന്നെ നശിക്കുമെന്ന് പറയുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാജാവിന് തെറ്റ് മനസ്സിലാവുകയും കുട്ടിയെ വിളിച്ചിട്ട് ക്ഷമ പറയുകയും കുട്ടിയുടെ അച്ഛനെയും അമ്മയും വിളിപ്പിച്ചിട്ട് 3 ഗ്രാമങ്ങൾ എഴുതി കൊടുത്തു. രാജ്യങ്ങളല്ല, 3 ഗ്രാമങ്ങൾ അവർക്ക് എഴുതി കൊടുത്തു. അങ്ങനെ ധാരാളം സമ്പത്ത് അപ്രതീക്ഷിതമായി അവർക്ക് വന്നു ചേരുകയാണ്. അപ്പോൾ അതിനായിട്ട് പറയുന്നത് ഈ സ്ത്രീ സ്ഥിരമായി പ്രദോഷവ്രതം എടുക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇനി പ്രദോഷത്തിൻ്റെ കഥ ഞാൻ വീണ്ടും പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാം. എപ്പോഴും ഞാൻ പറഞ്ഞ് നിങ്ങളെ അത് ബോറടിപ്പിക്കുന്നില്ല. ഭഗവാന്റെ നടരാജ രൂപമാണ് വ്രതത്തിൽ നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടത്. ഭഗവാന്റെ രൂപമെന്ന് പറയുന്നത് ഭഗവാന്റെ നടരാജ രൂപമാണ്. ഭഗവാൻ ത്രിസന്ധ്യയ്ക്ക് നടരാജ രൂപത്തിൽ നൃത്തം ചെയ്തു ആനന്ദ നടനമാടി എന്നാണ് പറയുന്നത് അല്ലേ. നന്ദി ഭഗവാന്റെ കൊമ്പുകൾക്കിടയിലൂടെ ആനന്ദ നടനമാടി. അപ്പോൾ ആ സമയത്ത് സകല ദേവീദേവന്മാരും ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രദോഷ സന്ധ്യയിൽ നമ്മൾ ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ഉത്തമമാണ്. കാരണം ആ സമയത്ത് ഭഗവാൻ ആനന്ദ നടനമാടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് അവിടെ സകല ദേവീദേവന്മാരുടെയും യക്ഷകിന്നരന്മാരുടെയും ഗന്ധർവന്മാരുടെയും എല്ലാവരുടെയും തന്നെ സപ്തർഷികളുടെ ഉൾപ്പെടെ എല്ലാവരുടെയും സാന്നിധ്യം ആ ശിവക്ഷേത്രത്തിൽ ഉണ്ടെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വലിയ ഫലസിദ്ധിയാണ് നൽകുന്നത്. പ്രദോഷ ദിവസം സാധാരണ ചെറിയ ശിവക്ഷേത്രങ്ങളൊന്നും വലിയ പൂജകളൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ മഹാക്ഷേത്രങ്ങളൊക്കെ പ്രദോഷ പൂജയെന്ന് പറഞ്ഞാൽ തന്നെ വലിയ പൂജകളാണ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ അടുത്ത എന്തെങ്കിലും ക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രദോഷ പൂജകൾ നടക്കുന്ന ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ സമയങ്ങൾ നിങ്ങൾക്ക് പറ്റുന്ന സമയത്തൊക്കെ സന്ധ്യയ്ക്ക് അവിടെ പോയി ഒന്ന് തൊഴുന്നത്, പ്രദോഷ പൂജ കണ്ട് തൊഴുന്നത് വളരെ ഉത്തമമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. അപ്പോൾ ചിലർ പറഞ്ഞു തരും എന്താണ് കൃഷ്ണനെ വിളിക്കുന്നവർ ശിവനെ വിളിക്കാൻ പാടില്ല. അങ്ങനെയൊന്നുമില്ല, അതൊക്കെ വെറും തെറ്റിദ്ധാരണകളാണ്. നിങ്ങൾ ഏകാദശി എടുക്കുന്നുണ്ടെങ്കിൽ ഏകാദശി വ്രതം അവസാനിപ്പിച്ചതിന് ശേഷം പിന്നീടുള്ള സമയം നിങ്ങൾക്ക് നാരായണ ജപം, നമ്മൾ ഏകാദശി ദിവസം മുഴുവൻ നമ്മൾ ജപിച്ചു, പിറ്റേ ദിവസം നമ്മൾ വ്രതം അവസാനിപ്പിച്ചു, അതിനുശേഷം നമഃശിവായ ഭഗവാനെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ത്രിമൂർത്തികളാണ് ഇവർ 3 പേരും കൂടെ ചേരുമ്പോഴാണ് സർവ്വമംഗളം ഉണ്ടാകുന്നത്. അതല്ലാതെ ഒരാൾ മാത്രം ഉണ്ടാകുമ്പോൾ അല്ല. അത് പ്രത്യേകമായി മനസ്സിലാക്കുക. അവർക്ക് ദേവന്മാർക്ക് തമ്മിൽ യാതൊരു പിണക്കവുമില്ല. മനുഷ്യരാണ് അനാവശ്യമായ കാര്യങ്ങളൊക്കെ വേർതിരിവുകളൊക്കെ ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും മെയ് 5-ാം തീയതി പ്രദോഷ ദിവസം വ്രതമെടുക്കുന്നവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും സന്ധ്യാസമയത്തെ പ്രാർത്ഥന മറക്കരുത്. ഏത് രാജ്യത്തുള്ളവരായാലും അവിടെ സന്ധ്യാസമയത്ത് നമഃശിവായ, ഓം നമഃശിവായ എന്ന് പറയുന്ന മന്ത്രം സന്ധ്യാസമയത്ത് പരമാവധി എത്ര സമയം ഉച്ചരിക്കാൻ പറ്റുമോ അത്രയും സമയം ഉച്ചരിച്ച് പ്രാർത്ഥിക്കുക. അതാണ് ത്രയോദശി തിഥിയുടെ പ്രത്യേകത. പ്രദോഷമാണ് ഭഗവാൻ പരമശിവന് ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ്. ആ സമയത്ത് പാർവതി ദേവിക്ക് വളരെ സന്തോഷമുള്ള ദിവസമാണ്. കാരണം തൻ്റെ ഭർത്താവ് ആ ആലസ്യത്തിൽ നിന്ന് ഉണർന്നെഴുന്നേറ്റ് ആനന്ദ നടനമാടിയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭാര്യയായ ശ്രീ പാർവതിക്ക് വളരെ സന്തോഷമുള്ള ദിവസമാണ്. ഭഗവാൻ ആപത്തൊന്നും കൂടാതെ എഴുന്നേറ്റ് വന്നതിലുള്ള സന്തോഷം സകല ദേവീദേവന്മാരുടെ മുഖത്തും അവരുടെ മനസ്സിലും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യമാണ് കൈവരുന്നത്. ഇനി ശിവക്ഷേത്രത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വഴിപാടുകൾ പറയുന്നത് ഏറ്റവും ഉത്തമമായ വഴിപാടെന്ന് പറയുന്നത് ഭഗവാന് ധാര ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ശിവക്ഷേത്രത്തിലെ ഏറ്റവും ഉത്തമമായ വഴിപാട്. ദേവിക്ക് പിറകുവിളക്ക്, പിൻവിളക്ക് കത്തിക്കുക, അതാണ് ദേവിക്ക് വിളക്ക് കത്തിക്കുക, അതാണ് ചെയ്യേണ്ടത്.
ഭഗവാന് ധാര, ഇത് കഴിഞ്ഞിട്ടുള്ള വഴിപാടുകളേ ഉള്ളൂ. സാധാരണക്കാരായ എല്ലാ മനുഷ്യർക്കും ജലധാര 10 രൂപയുള്ളൊരു ജലധാരയ്ക്ക് 10 രൂപ കൊടുത്തൊരു ജലധാരയെങ്കിലും ചെയ്യിക്കാം. പിന്നെ നമ്മുടെ യഥാശക്തി എന്തൊക്കെ ധാരകൾ ചെയ്യിക്കാമോ അതൊക്കെ ചെയ്യിക്കാം. അതാണ് എല്ലാവരും ചെയ്യേണ്ടുന്ന കാര്യം. ഒരു ധാരയ്ക്ക് എഴുതുക, അതുപോലെ തന്നെ ദേവിക്ക് വിളക്ക് കത്തിക്കുക. ചെറിയ ക്ഷേത്രങ്ങളാണെങ്കിൽ പോലും അത് ചെയ്യുക. സന്ധ്യയ്ക്ക് ഭഗവാന് ഒരു കരിക്ക് കൊണ്ട് കൊടുത്തിട്ട് വ്രതമെടുക്കുന്നവരെ കരിക്ക് കൊണ്ട് കൊടുത്ത് ഭഗവാന്റെ അടുത്ത് നിന്ന് ആ കരിക്ക് നേദിച്ച് ആ കരിക്കും വെള്ളം നമുക്ക് കുടിക്കാം. അതിനുശേഷം പഴങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നേദിപ്പിക്കാം. നമുക്ക് അതും കഴിച്ച് നമ്മുടെ വ്രതം അവസാനിപ്പിച്ചു. സന്ധ്യയ്ക്ക് ശേഷം, സന്ധ്യ ദീപാരാധനയ്ക്ക് ശേഷം അതാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് നമഃശിവായ നാമങ്ങളൊക്കെ ജപിക്കാം. അരിഭക്ഷണം നിർബന്ധമായും സന്ധ്യയ്ക്ക് ശേഷം കഴിക്കുക. സന്ധ്യയ്ക്ക് ശേഷം കഴിക്കുമ്പോൾ നമ്മുടെ വ്രതം അവസാനിച്ചു. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് ഒരു പകൽ മാത്രമാണ് പ്രദോഷത്തിന് വ്രതമുള്ളത്. തലേദിവസം നമ്മൾ ഏകാദശി എടുക്കുന്നത് കൊണ്ട് അന്നേരവും നമ്മൾ ശുദ്ധാഹാരത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. അതല്ല, ഏകാദശി എടുക്കാത്തൊരു പ്രദോഷം മാത്രം എടുക്കാനുള്ള ആളുകളാണെങ്കിൽ നമ്മൾ തലേ ദിവസം ഒരു നേരം അരിഭക്ഷണം കഴിച്ച് നമ്മൾ എല്ലാ വ്രതങ്ങളും എടുക്കുന്നത് പോലെ ഒരിക്കലെടുത്ത് പിറ്റേ ദിവസത്തെ പ്രദോഷത്തിന് വേണ്ടി തയ്യാറെടുക്കുക. അതിനുശേഷം പിറ്റേ ദിവസം, അതായത് ഞായറാഴ്ച ദിവസം രാവിലെ മുതൽ സന്ധ്യ വരെ ഒന്നും കഴിക്കാതെ, ആഹാരം കഴിക്കാതെ ഉപവസിച്ചിരിക്കുക. അതിനുശേഷം സന്ധ്യയ്ക്ക് ഭഗവാന് കരിക്കൊക്കെ നിവേദിച്ച് കുടിച്ചതിന് ശേഷം നമ്മൾ അരിഭക്ഷണം കഴിക്കുക. ഇതാണ് ആരോഗ്യമുള്ളവർ. ആരോഗ്യമില്ലാത്തവർ ആഹാരം കഴിക്കണം. അപ്പോൾ ആഹാരത്തിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ ചോറ്, മറ്റ് ഗോതമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്താതെ പാലും പഴങ്ങളും ഒക്കെ കഴിച്ച് നമ്മളിരിക്കാം. പാലും പഴങ്ങളും വെള്ളമൊക്കെ കുടിച്ചിരിക്കാം. അതിനുശേഷം സന്ധ്യയ്ക്ക് നമുക്ക് ഭഗവാനെ പ്രാർത്ഥിച്ച് കരിക്കും വെള്ളം നിവേദിച്ച് കുടിച്ച് നമ്മുടെ വ്രതം അവസാനിപ്പിച്ചതിന് ശേഷം സന്ധ്യയ്ക്ക് ശേഷം നമുക്ക് ചോറുണ്ണാം. ഇതാണ് ചെയ്യേണ്ടത്. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. കാരണം എപ്പോഴും ഞാൻ ഈ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറയുന്നതാണ്. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക, പറയാം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. പരമാവധി സമയം ഭഗവത് നാമങ്ങൾ ജപിക്കുക. കാരണം നാളെയും മറ്റന്നാളും ഏറ്റവും പുണ്യമുള്ള ദിവസങ്ങളാണ്. അതുകൊണ്ട് തന്നെ പരമാവധി സമയം പ്രാർത്ഥിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.